പാലാ നഗരസഭയിൽ നിന്നിനെ കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ് വോട്ട് പിടിക്കാൻ അവനാഴിയിലെ എല്ലാ ആയുധവും പുറത്തെടുക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അവിടെ കണ്ണൂർ കോർപ്പറേഷൻ താളികാവ് ഡിവിഷനിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് കിട്ടാൻ ഹിന്ദിയിലുള്ള ഫ്ലക്സ് വെച്ച് പ്രചാരണം നടത്തുകയാണ് LDFും UDFും. മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുവ നേതൃത്വക്കാരെ ദേശ് ആകെ ബഡേ. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ബീഹാറികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന കണ്ണൂരിലെ താളികാവ് ഡിവിഷനിലാണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയാണ്. അവിടെ ഈ ഹിന്ദി ബെൽറ്റുകളിലെ വോട്ടുകൾ, ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏതാണ്ടൊരു 30-ലധികം ഹിന്ദി വോട്ടുകളുണ്ട്. അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികൾ ഹിന്ദിയിലൊക്കെ ഫ്ലെക്സ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ LDFിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള OK വിനീഷിൻ്റെ ഫ്ലെക്സ് ബോർഡാണ്. OK വിനീഷിൻ്റെ ഫ്ലെക്സ് മാത്രമല്ല, കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സുമുണ്ട്. നമ്മുടെ മുൻ സന്തോഷ് ട്രോഫി വിന്നറൊക്കെ ആയിട്ടുള്ള ടീമിലെ താരമാണ്, 92-ലെ ടീമിലെ താരമായിട്ടുള്ള അജിത്ത് പാറക്കണ്ടിയാണ് താളികാവിൽ നിന്ന് UDFിന് വേണ്ടി മത്സരിക്കുന്നത്. അദ്ദേഹവും ഹിന്ദിയിൽ തന്നെയാണ് ഫ്ലെക്സ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ചെറിയൊരു ഹിന്ദി ബെൽറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു 10-30 വോട്ടുകളുള്ള സ്ഥലത്ത് പോലും തീവ്രമായിട്ടുള്ള പ്രചാരണമാണ് ഇരു മുന്നണികളും നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ BJPയുടെ ഫ്ലെക്സൊക്കെ എന്തായാലും മലയാളത്തിലാണുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു സ്ഥാനാർത്ഥി കൂടി ചേർന്നിട്ടുണ്ട്. ഇവിടെ പ്രചാരണത്തിനിടയിൽ കിട്ടിയതാണ്. അജിത്ത്, ഈ ഹിന്ദിയിലുള്ള ഫ്ലെക്സ് കൂടി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെയൊക്കെ പരിഗണിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൊടുക്കാനാണോ? അതെ, എല്ലാവരും ഒരേമാതിരി കാണുന്ന ഒരു ഇതിൻ്റെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഹിന്ദി ബോർഡുകൾ നമ്മൾ വെച്ചത്. ഇവിടെ എത്ര ഹിന്ദി വോട്ടുകളുണ്ട്? ഏതൊക്കെ പ്രദേശം, പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെ ഉള്ളവരോ? താളിക്കാവ് തൂണോട് ലൈനിലാണ് പിന്നെ കൂടുതലായിട്ടും ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ താളിക്കാവ് ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ LDF പ്രചാരണം ഹിന്ദിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഇലക്ഷനിലൊക്കെ ഇവിടെ ഒരു ഹിന്ദി രീതിയിലുള്ള പ്രചാരണമായിരിക്കും? അതെ, ആ രീതിയിൽ നടത്തണമെന്നാണ്. പക്ഷെ ഒരുവിധം ഹിന്ദിക്കാരെല്ലാം മലയാളം പഠിച്ചു പോയി. ഞങ്ങൾക്ക് ഹിന്ദി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഒരുവിധം എല്ലാം മലയാളം പഠിച്ചു പോയി. സന്തോഷ് ട്രോഫി അടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കപ്പ് അടിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത്? അടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ പ്രചാരണങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥികൾ അവസാന ദിവസങ്ങളിൽ കളം നിറയുകയാണ്. വീട്ടുകയറി വോട്ട് തേടുന്നതിൻ്റെ തിരക്ക്. ഒപ്പം തന്നെ ഇതുപോലെ ഓരോ പോക്കറ്റുകളിലും എത്തി അവരെ ഏതൊക്കെ തരത്തിൽ സമീപിക്കാമോ ആ തരത്തിലൊക്കെ സമീപിച്ചുകൊണ്ട് ഓരോ വോട്ടും നിർണായകമാകുന്ന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടരുകയാണ്. ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.